ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യൻ എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ്. ഭയവും പ്രയാസവും വിശപ്പും സാമ്പത്തിക പരാധീനതകളുമെല്ലാം, ശാരീരിക വിഷമതകളും വിഭവ വൈഭവങ്ങളുടെ പരാധീനതകളുമെല്ലാം കൂടിക്കലർന്ന ഒരു ജീവിതമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കൂടിയും നാം പഠിച്ചതാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഖൈറാണ് എന്ന് വിശ്വസിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുചരരാണ് നാം എല്ലാവരും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും അത് ഖൈറായിട്ട് തന്നെ പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ്, അജബൽ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസികളുടെ കാര്യം വിസ്മയമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ആ വിശ്വാസിക്കെല്ലാം ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുവഹ്ഹിദീങ്ങളല്ലാത്ത ഒരാൾക്കും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. സത്യവിശ്വാസികൾക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഇൻ അസ്വാബതുഹു സർറാ ശകറ ഫകാന ഖൈറൻ ലഹു, ആ മുവഹ്ഹിദിന് ഒരു ഖൈറായത് സംഭവിച്ചാൽ, ഒരു പ്രയാസം സംഭവിച്ചാൽ, ഏത് രീതിയിലും അവനെ പിടികൂടിയാൽ അവൻ ശുക്ർ ചെയ്യുകയും തിന്മയാണെങ്കിൽ അത് ഖൈറായി വരികയും, ഒരു പ്രയാസമുള്ള കാര്യത്തിൽ അവൻ ശുക്ർ പറഞ്ഞാൽ അവന് അവസാനം അത് ഖൈറായി മാറുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സന്തോഷ വർത്തമാനമാണ്. അത് തൗഹീദുള്ളവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ്. അവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളും, അത് സന്താനങ്ങളുടേതാകട്ടെ, കുടുംബപരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കച്ചവടമാകട്ടെ, ഏത് മേഖലകളിലും നാം ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ സംഭവിച്ചാൽ ഇത് എൻ്റെ റബ്ബ് അറിയാതെ ഇത് സംഭവിക്കുകയില്ല എന്ന് പറയുവാനുള്ള കരുത്ത് നേടിയവർ മുവഹ്ഹിദീങ്ങൾ മാത്രമാണ്. നമ്മുടെ നോക്കൂ ചുറ്റുപാടുകൾ, മുസ്ലിമെന്ന് പറയുന്നവർ പോലും ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുകയും ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാനായി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള എത്രയോ ദർഗകൾ കയറി ഇറങ്ങുകയാണ്. എത്രയോ അതുപോലെയുള്ള ഖബർസ്ഥാനുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഖബറാളികൾക്കുള്ള നേർച്ചകളും പ്രാർത്ഥനകളുമായി അവർ ജീവിക്കുകയാണ് എന്നുള്ളതിന് നമുക്ക് വേറെ തെളിവുകളൊന്നും വേണ്ട. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അതവൻ ക്ഷമിക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യും. ഏതായാലും ആത്യന്തികമായി അത് ഖൈറായ കാര്യത്തിൽ മാത്രമേ പര്യവസാനിക്കുകയുള്ളൂ. കാരണം വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 216-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഖൈർ അല്ലാഹുവിൻ്റെ അടുക്കൽ ഷർറായിരിക്കും. നിങ്ങൾ ഷർറായി വിചാരിക്കുന്ന കാര്യം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഖൈറായിരിക്കും.
ആത്യന്തികമായി നിങ്ങൾക്കറിയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്തത് അറിയുന്നവനാണ് റബ്ബ്. നിങ്ങൾക്കറിയില്ല അതിൻ്റെ പര്യവസാനം ഖൈറാകുമോ ഷർറാകുമോ എന്ന്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്തോഷകരമായ ഒരു വർത്തമാനമെന്ന് പറയുന്നത്, ജീവിതത്തിൽ മുവഹ്ഹിദീങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പര്യവസാനം ഖൈറായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകരുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹീഹ് മുസ്ലിമിൽ 918 നമ്പർ ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹദി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഹിജ്റ പോയ ഒരു കുടുംബമാണ്. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബീ സലമത്ത് റളിയല്ലാഹു അൻഹു മരിച്ച കാര്യം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്. മഹദി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ, ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ള ആ ഒരു നിയമം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഖൂലി അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലഹു വഅഖ്ബിനി. നിനക്ക് വേണ്ടിയും നിന്റെ ഭർത്താവിന് വേണ്ടിയും പുറത്തു തരുവാൻ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മാത്രവുമല്ല, ഇതിനേക്കാളും നല്ല ഒരു കാര്യം നിനക്ക് ലഭിക്കുവാൻ നീ റബ്ബിനോട് ദുആ ചെയ്യണം. ഇതിനേക്കാളും മികച്ച ഒരു ഭർത്താവിനെ കിട്ടുവാൻ. ഇത് കേൾക്കുമ്പോൾ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ. അബീ സലമത്തിനേക്കാളും നല്ല ഒരു ഭർത്താവ് റസൂലെ, അങ്ങ് എന്തായി പറയണത്? എൻ്റെ പ്രാണനാഥനേക്കാളും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാളും നല്ല ഒരു ഭർത്താവ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. കാരണം അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകരിലേക്ക് ആദ്യമായി ഹിജ്റ പോയ ഭവനമാണ് ഞങ്ങളുടെ ഭവനം. അത്രയ്ക്കും ശ്രേഷ്ഠവാനായ അബീ സലമത്തിനേക്കാളും നല്ല ഒരു ഭർത്താവിന് എനിക്ക് കിട്ടുമോ എന്നുള്ള ആശങ്ക മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രകടിപ്പിക്കുമ്പോൾ പോലും പ്രവാചകർ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഇതിനേക്കാളും ഒരു ഖൈറായത് എനിക്ക് നീ നൽകണമേ. നോക്കൂ സഹോദരങ്ങളെ, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ ഭർത്താവായി കിട്ടിയത് ഫഅഖ്ബനി അല്ലാഹു മൻ ഹുവ ഖൈറുൻ ലി മിൻഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബീ സലമത്തിനേക്കാളും ഏറ്റവും മഹോന്നതനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന് ഭർത്താവായി വന്നു എന്നുള്ളത് ചരിത്രമാണ്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അജബൽ ലി അംറിൽ മുഅ്മിൻ. എന്ത് സംഭവിച്ചാലും മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം അത് വിസ്മയകരമാണ്, അത് അത്ഭുതകരമാണ്. നിങ്ങൾക്ക് ഖൈറ എന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഷർറായിരിക്കും. നിങ്ങൾക്ക് ഷർറായി തോന്നുന്ന കാര്യം അത് ഖൈറായി മാറും എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വിശ്വാസികളെ നമുക്ക് ഏറ്റവും മർമ്മപ്രധാനമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മുടെ മരണത്തെയും നമ്മുടെ ജീവിതത്തെയും സൃഷ്ടിച്ച റബ്ബിനറിയാം നമ്മുടെ മനസ്സിൻ്റെ ആന്തോളനങ്ങൾ പോലും, നമ്മുടെ മനസ്സിൻ്റെ മിടിപ്പ് പോലും അറിയുന്ന റബ്ബിനറിയാം നമ്മുടെ ഖൈർ ഏതാണ് എന്നും നമ്മുടെ ഷർറ് ഏതാണ് എന്നും. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അതാണ് മുവഹ്ഹിദുകൾക്കുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്താണ്, ലൻ യുസീബനാ, എനിക്ക് ഒരു മുസീബത്തും ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, എൻ്റെ യജമാനനായ റബ്ബ് അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു മുസീബത്തും എനിക്കുണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുവഹ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് ദർഗകളിലേക്ക് നാം പോകുന്നത്? പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് നാം ശ്രദ്ധ തിരിക്കുന്നത്? പിന്നെ എന്തിനാണ് മധ്യവർത്തികളുടെ ഖബറിടം തേടി പോകേണ്ടത്? കാരണം ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ.
അത് ഉൾക്കൊണ്ടവനാണ് മുവഹിദ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവനാണ് ഒരു വിശ്വാസി. അവനാണ് സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ പെടുക എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുവാൻ എന്തുണ്ട് വിശ്വാസികളെ നമുക്ക് പരിഹാരം? ഇത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, കച്ചവടത്തിന്റെ കാര്യത്തിൽ, ജീവിതത്തിന്റെ മറ്റു പല വ്യവഹാരങ്ങളുടെയും അനന്തരഫലം എന്താകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഖൈറിലെ പര്യവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിഹാരമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വ റളിയല്ലാഹു അൻഹ, നമ്മുടെ മാതാപിതാക്കളോടും സർവ്വ മനുഷ്യരോടും റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളിൽ കൂടി നടത്തുന്ന സതുപദേശം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 38, 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 123 മുതലുള്ള ആയത്തുകൾ. ഈ 2 ആയത്തുകളും ആദം ഹവ്വയോടും ലോകത്തെ സർവ്വ മനുഷ്യരോടും വിശിഷ്യ സത്യവിശ്വാസികളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു കൽപ്പനയാണ്. ഫയിമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾ ആ സന്മാർഗത്തിൽ പ്രവേശിക്കണം, അതിനെ പിൻപറ്റണം. അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന ഏറ്റവും വലിയ ആ ഒരു അടയാളത്തിനെ നിങ്ങൾ പിൻപറ്റണം. ഫമനിത്തബ ഹുദായ, അങ്ങനെ ആ സന്മാർഗം നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലുമാകണം, കരുത്താകണം. അങ്ങനെ കരുത്തായി നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ഫലാ യളല്ലു വലാ യഷ്ഖാ, വഴിപിഴക്കുകയില്ല അവൻ, ജീവിതത്തിൽ അവന് വിഷമമുണ്ടാവുകയില്ല. ആത്യന്തികമായ റഹ്മാനായ റബ്ബ് അവന് ഖൈറെ പ്രദാനം ചെയ്യുകയുള്ളൂ, ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനെ നാം അനുധാവനം ചെയ്യണം, അതിനെ നാം പിൻപറ്റണം, അതിനെ നമ്മുടെ ഏറ്റവും വലിയ ജീവവായുവിനെ പോലെ കാണണം, വഴികാട്ടിയായി നാം നടത്തണം. എങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാവുകയില്ല. ഇനി ആ ഖുർആനാകുന്ന ഉത്ബോധനത്തെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞാലോ നിശ്ചയമായും അവൻ ഒരു ഇടുങ്ങിയ ജീവിതമുണ്ടാകും. എത്ര തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയാലും, എത്ര തന്നെ വൈഭവങ്ങൾ, സുഖവൈഭവങ്ങൾ നമുക്കുണ്ടായാലും ഇടുങ്ങിയ ജീവിതമായിരിക്കും അവനെ പ്രതീക്ഷിക്കുക. ദുനിയാവിലും പരലോകത്തും ഒരു റാഹത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് അവനെ കൊണ്ടാക്കുക, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അന്ധനായ നിലയിൽ അവനെ അവിടം കൊണ്ടുവരുമെന്നാണ്. മഹ്ശറ മൈതാനിയിൽ അവനെ കണ്ണു കാണാത്തവനായി കൊണ്ടുവരും. ചോദിക്കുമെന്ന് അവർ റബ്ബിനോട് ചോദിക്കുമെന്നാണ്. റബ്ബിൽ മഹ്ശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ, ദുനിയാവിൽ ഞങ്ങൾ കാണുന്നവരായിരുന്നുവല്ലോ, എന്താണ് റബ്ബേ ഇങ്ങനെ ഞങ്ങൾ അന്ധരായി ഇവിടെ കൊണ്ടുവന്നത് എന്ന് റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്ന അടിയാറുകളോട് റഹ്മാനായ റബ്ബ് പറയുന്ന മറുപടി കദാലിക അതതക ആയാതുനാ ഫനസീതഹാ വകദാലിക യൗമ തുൻസാ, നിങ്ങൾ മറന്നുപോയി ദുനിയാവിൽ വെച്ചുകൊണ്ട് എൻ്റെ ദൃഷ്ടാന്തം, എൻ്റെ ഖുർആനാകുന്ന ആ വഴിയടയാളം നിങ്ങൾ മറന്നുപോയതുപോലെ ഇതാ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളെയും നാം മറന്നിരിക്കുകയാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ വിശ്വാസികളെ ആ ഖുർആനായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ അടിസ്ഥാനത്തിലും അതിൻ്റെ വിജയമെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാമായിരിക്കണം, പരിശുദ്ധ ഖുർആനായിരിക്കണം നമ്മുടെ കരുത്താകേണ്ടത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക വഴി 2 ലോകത്തും അവർക്ക് വിജയിക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല എല്ലാ സുഖദുഃഖങ്ങളിലും ശാന്തിയും സമാധാനവും അവനുണ്ടാകുമെന്നാണ്. ഭാവിയെക്കുറിച്ച് ഒരു ഭയവും അവനുണ്ടാവുകയില്ല, ഭൂതകാലത്തെക്കുറിച്ച് ഒരു വ്യസനവും ഉണ്ടാവുകയില്ല. എല്ലാ പരിതസ്ഥിതിയിലും അവനെ വഴിതെറ്റാതെ മുന്നോട്ട് ഖുർആൻ നയിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഉറപ്പ്. മനസ്സുകൾക്ക് ഇഷ്കാലുണ്ടാവുകയില്ല, ഒരിക്കലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് അങ്ങനെയുള്ളതാകണം സത്യവിശ്വാസികളെ. അള്ളാഹുവിന്റെ പ്രവാചകരോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ ഈ ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്,
താങ്കളുടെ മനസ്സിന് ഒരു ഉറപ്പുണ്ടാകുവാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടു. പ്രബോധനത്തിന്റെ മേഖലയിൽ, ദാമ്പത്യ ജീവിതത്തിന്റെ മേഖലയിൽ മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞുപോയി എന്നുള്ള ആ ഒരു പ്രയാസമടഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിന്നത് വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അയ്യൂബ് നബിയുടെ ചരിത്രം, യാക്കൂബ് നബിയുടെ ചരിത്രം, യൂനുസ് നബിയുടെ ചരിത്രം, ഖലീലുള്ളാഹിയുടെ ചരിത്രം, ഇതെല്ലാം പ്രവാചകൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതെല്ലാം ഉൾക്കരുത്തായി മനസ്സിന് ശാന്തി നൽകുന്ന വചനങ്ങളായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിനെ കണ്ടു. അതായിരിക്കണം നമുക്കും ഉണ്ടാകേണ്ട കരുത്ത്. കദാലിക് ലിനുഥബ്ബിത ബിഹി ഫുആദക്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോഴെന്താണ് അവസ്ഥ ആൾക്കാരുടേത്? തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് പോലും സംശയങ്ങൾ പിടികൂടുകയാണ്. തൗഹീദിനെ മനസ്സിലാക്കിയവർ, ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയവർ, ശിർക്കിന്റെ ഭയാനകതയെ ഉൾക്കൊണ്ടവർക്ക് പോലും തൗഹീദിന്റെ വിഷയത്തിൽ പോലും സംശയാലുക്കളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വിശ്വാസിയാണോ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകരിലും നിനക്ക് വിശ്വാസമുണ്ടോ? ഇന്നമൽ മുഅ്മിനീന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്താണ് സഹോദരങ്ങളെ. അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അന്ത്യദിനത്തിലും പ്രവാചകരിലും നമുക്ക് വിശ്വാസമുണ്ടോ? പിന്നെ നമുക്ക് വിശ്വാസത്തിൻ്റെയോ മറ്റൊരു കാര്യത്തിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. ഇന്ന് പല രാഷ്ട്രീയക്കാരെ പോലെയും മതത്തിൻ്റെ ആളുകൾ, മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ആൾക്കാർ പോലും പല കാര്യങ്ങളിലും സംശയമാണ്. രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്കറിയാം, അവർ പറയുന്നത് സത്യമാണോ, അതല്ല ഇവർ പറയുന്നത് സത്യമാണോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതുപോലെ ആയിരിക്കുകയാണ് മുവഹ്ഹിദീങ്ങൾ എന്ന് പറയുന്നവർക്ക് പോലും. ഒരു കാര്യത്തിൽ അവർക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കാത്തത് പരിശുദ്ധ ഖുർആനെ മാതൃകയായി കാണാത്തത് കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ കലാമിനെ ജീവവായുവിനെ പോലെയും മുന്നോട്ടുള്ള മാർഗദർശനമായി കാണാത്തത് കൊണ്ടാണ് അത്തരം പിഴച്ച വിശ്വാസങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വസ്വാസുണ്ടാക്കി തരുന്നത്. സ്വലാത്തുന്നാരിയ അല്ലേ സഹോദരങ്ങളെ? ഷിർക്കായ സ്വലാത്താണ് എന്ന് കൃത്യമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിപ്പിച്ച ആ ഒരു വിഷയത്തിൽ പോലും നമ്മുടെ മുവഹ്ഹിദീങ്ങൾക്ക് പോലും ഇന്നും സംശയമാണ്. സ്വലാത്തുന്നാരിയ, അതിൽ നല്ലതില്ലേ? അതിലും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാമല്ലോ. എവിടെ നിന്ന് സംഭവിച്ചു? ഖുർആനെ അവർ ഉൾക്കൊള്ളാത്തതിൻ്റെ, വിശുദ്ധ ഖുർആനെ പരിപൂർണമായും മാതൃകയാക്കാത്തതിൻ്റെ അതാണ് സുമ്മലം യർതാബു. വിശ്വാസികൾക്ക് പിന്നെ ഒരു സംശയമുണ്ടാകുവാൻ പാടില്ല. പിന്നെ ഒരു മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ ചാഞ്ചാട്ടമുണ്ടാകുവാൻ പാടില്ല സഹോദരങ്ങളെ. സർവമത സത്യവാദം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എല്ലാം സത്യമാണ്. തബ്ലീഗും സത്യമാണ്, സമസ്തയും സത്യമാണ്, ഖാദിയാനിയും സത്യമാണ്. ഇങ്ങനെ ഒരു സത്യവാദം ഇസ്ലാമിനില്ല. തൗഹീദ് അത് ഒന്നേയുള്ളൂ. മുവഹ്ഹിദുകൾക്ക് അത് മാത്രമേ ഉള്ളൂ. നാളെ പരലോകത്ത് ഏറ്റവും വലിയ രക്ഷയാകുന്ന ആ മൻഹജ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ തൗഹീദിന്റെ വക്താക്കൾക്ക് പിന്നെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകുന്ന ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. കാരണം ഹൃദയങ്ങൾക്കുള്ള ഔഷധം പരിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഹൃദ്യസ്ഥമായ വചനങ്ങളാണ് സഹോദരങ്ങളെ. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വചനമാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും ഇതാ ഒരു സതുപദേശം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ, മനസ്സുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, നിഫാഖുകൾ, കാപട്യങ്ങൾ, അതുപോലെ തന്നെയാണ് അസൂയ, നമീമത്ത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കുടികൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുകൾക്കും ഒരു സിദ്ധൌഷധമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ള സിദ്ധൌഷമാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്
അത് റഹ്മത്താണ്, അത് സന്മാർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഖുർആൻ പോരെ നമുക്ക് സഹോദരങ്ങളെ, ആ ഖുർആൻ ഉൾക്കൊള്ളുന്ന സ്വഹീഹായ ഹദീസുകൾ നമുക്ക് പോരെ എന്നുള്ള ഒരു ആത്മവിചിന്തനം വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകണം സഹോദരങ്ങളെ. കണ്ണ് തുറപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ. കണ്ണ് തുറപ്പിക്കുന്ന, അന്ധതയിൽ നിന്നും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗ്രന്ഥമാണ്. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നും കണ്ണു തുറപ്പിക്കുന്ന സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഫമൻ അബ്സറ ഫലിനഫ്സിഹി, ആ ഖുർആനാകുന്ന ആ കണ്ണു തുറക്കുന്ന ആ സിദ്ധൌഷത്തെ ആര് ഉൾക്കൊള്ളുന്നുവോ അവർക്കാണ് വിജയം. ഹാദാ ബസായിറും മിർ റബ്ബിക്കും വഹാദാ വറഹ്മത്തുൽ ലിൽ ഖൗമി യുഅ്മിനൂൻ. കണ്ണുകൾ തുറപ്പിക്കും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ. കേരളത്തെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിശാലി, നന്നായിട്ട് നോവലുകളിൽ എഴുതുന്ന, നന്നായിട്ട് കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്ന ആ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ പഠന സമയത്തുള്ള ഒരു കാര്യം ഒരു ലേഖനത്തിൽ എഴുതുകയാണ്. സ്കൂൾ പഠനകാലം വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്ന സഹപാഠികളിൽ നിന്നും കണ്ണ് തുറന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുട്ടികളോട് ഖുർആൻ ചോദിച്ചു. സഹപാഠികളായ മുസ്ലിം കുട്ടികൾ ആലങ്കോട് ലീലാകൃഷ്ണനോട് പറഞ്ഞുവത്രേ, ഇത് അമുസ്ലിമീങ്ങൾക്ക് തരാൻ പാടില്ല, അമുസ്ലിമീങ്ങൾ തൊട്ടാൽ കണ്ടാൽ കണ്ണുപൊട്ടിപ്പോകും. അദ്ദേഹം ഞെട്ടിപ്പോയി എന്ന് അദ്ദേഹം ലേഖനത്തിൽ എഴുതുകയാണ്. എന്നിട്ട് അദ്ദേഹം വയസ്സായതിന് ശേഷം, പ്രായമൊക്കായി, അദ്ദേഹം കുറേ പ്രായമായതിന് ശേഷം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ എടുത്തുകൊണ്ട് പല ആയത്തുകളും വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കണ്ണ് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്, കണ്ണ് പൊട്ടിപ്പോകുന്ന ഗ്രന്ഥമല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ വയസ്സായപ്പോഴാണ്. പ്രായം ചെന്നപ്പോൾ ഖുർആനിൻ്റെ ആ മാധുര്യത്തെ ഞാൻ വായിച്ചറിഞ്ഞു, ഞാൻ തൊട്ടറിഞ്ഞു, ഞാനത് ഉൾക്കൊണ്ടു. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും കണ്ണുകൾ തുറപ്പിക്കുന്ന ആയത്തുകളാണ് എന്ന് മനസ്സിലാക്കിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇന്നും സഹോദരങ്ങളെ എത്രയോ മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർ ഇന്നും ജനങ്ങളോട് പറയുകയാണ്, മുസ്ലിംകൾക്ക് ഖുർആൻ കൊടുക്കരുത്. എത്രത്തോളം പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ പോലും വായിച്ചാൽ പിഴച്ചു പോകുമെന്ന് പറയുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഖുർആൻ ആർക്കുള്ളതാണ്? മുസ്ലിംകൾക്കുള്ളതാണോ? വിശുദ്ധ ഖുർആനിലെ എത്രയെത്ര ആയത്തുകളാണ്! ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഖുർആന്റെ പ്രമേയ പ്രതിപാദനങ്ങൾ ജനങ്ങൾക്കുള്ളതാണ്, മാനവ സമൂഹത്തിനുള്ളതാണ്, മനുഷ്യർക്കുള്ളതാണ്. അത്രയ്ക്കും ലളിതമാണ്, സുതാര്യമാണ്, സങ്കീർണ മുക്തമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ഗ്രന്ഥമാണ്, ജനങ്ങൾക്കുള്ളതാണ്. വഹുദം വമൗഇദത്തുൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് സതുപദേശമാണ്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ ഖുർആൻ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഖുർആൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, മാനവകുലമേ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും ഇതാ ന്യായപ്രമാണവുമായി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഹാദാ ബലാഗുൽ ലിന്നാസ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര ആയത്തുകളാണ്! ഇത് മനുഷ്യർക്കുള്ളതാണ്, മാനവർക്കുള്ളതാണ്, മർത്തർക്കുള്ളതാണ്, ലോക മാനവ സമൂഹത്തിനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ബലാഗുൽ ലിന്നാസ് വലയുൻദറൂ ബിഹി, ഈ ഖുർആൻ കൊണ്ട് മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകണം. സ്വർഗമെന്ന സന്തോഷ വാർത്തയും നരകമെന്ന താക്കീതും, കച്ചവടത്തിലെ തിന്മകൾ, ഇടപാടുകളിലെ സുതാര്യത, മാനവർക്കുള്ള പരസ്പരമുള്ള വിജയത്തിന്റെ സങ്കേതം, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കേണ്ടത് മാനവർക്കുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് ലോകർക്കുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ, മനുഷ്യർക്കുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം,
ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ നിലനിൽക്കുന്നവർ ആരാണോ അവർക്കുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. എന്തിനു വേണ്ടി? വലയുൻദിറൂ ബിഹി, മുന്നറിയിപ്പ് നൽകണം. ഖുർആൻ കൊണ്ട് താക്കീത് നൽകണം. അങ്ങനെ താക്കീത് നൽകി, അങ്ങനെ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകത്ത് എത്രയോ പേർ ഡാനിയൽ സ്ട്രീക്കനെ പോലെ, ബിലാൽ ഫിലിപ്സിനെ പോലെ, മുഹമ്മദ് പിക്താലിനെ പോലെ, യൂസുഫ് അൽ ഇസ്ലാമിനെ പോലെ, മുഹമ്മദ് അസദിനെ പോലെ, അമീന അസിൽമിയെ പോലെ എത്രയെത്ര ബുദ്ധിജീവികൾ, എത്രയെത്ര ബിഷഗ്ഗരന്മാർ, എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ ലിയുൻദിറൂ ബിഹി, ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം, ഖുർആൻ കൊണ്ട് താക്കീത് നൽകണം. പരലോകമുണ്ട്, അവിടെ വിജയിക്കണം, ശാശ്വതമായിട്ടുള്ള ലോകം അവിടെയാണ് എന്ന് ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ടാണ് ഇപ്പറഞ്ഞവർ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഖുർആൻ അവർ ഒരു ജീവവായുവിനെ പോലെ കണ്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, അമേരിക്കയിൽ, യൂറോപ്പിൽ, പശ്ചിമേഷ്യയിൽ പരിശുദ്ധ ഖുർആനെ അവർ മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങളോട് വിളംബരം ചെയ്യുകയാണ്. കാരണം ഹാദാ ഹുദൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗദർശനമാണ്, ഇത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കലാമിനെ അവർ നെഞ്ചിലേറ്റുന്നത്. വിശ്വാസിനികളെ, ആ ഖുർആൻ നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വഹയായി ഇറങ്ങിയ ആ വഹയിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും വേണം സഹോദരങ്ങളെ. വെറുതെ ഒരു പാരായണം എന്നതിലുപരി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിലെ ആയാത്തുകൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ എന്താണ് എന്ന് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. അല്ലാത്തവർ വഹയ് പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം സൂറത്ത് സ്വാദ് 29-ാമത്തെ ആയത്ത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, പ്രവാചക ഇത് താങ്കൾക്ക് അവതീർണമായത് മുബാറക്കായിട്ടാണ്, അനുഗ്രഹമാണ് ഈ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസികളാണോ, ബുദ്ധിയുള്ളവരാണോ, അത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഒരു മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആനിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഫി ഹാദാ ദലീലുൻ, ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവ്? അലാ വുജൂബി മഅരിഫത്തി മഗാനിൽ ഖുർആൻ, ഖുർആനിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് നിർബന്ധമാണ്, വുജൂബാണ്. എന്താണ്? ഖുർആനിലെ ആയത്തുകൾ ഗ്രഹിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വുജൂബി മഅരിഫത്തി മഗാനിൽ ഖുർആൻ, ഖുർആന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുപോലെ വേഗത്തിൽ പാരായണം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമം സാവകാശമാണ്. വറത്തൽനാഹു ഖുർആനൻ തർത്തീലാ, സാവകാശം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം വേഗത്തിൽ ഓതിപ്പോയാൽ നിങ്ങൾക്ക് ഖുർആനിനെ ചിന്തിക്കുവാൻ സാധ്യമല്ല. ഖുർആനിൽ പറയുന്ന കൽപ്പനകൾ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് പ്രയാസകരമായിരിക്കും. അതിലെ താക്കീതുകൾ, അതിലെ കൽപ്പനകൾ, അതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ ഖുർആൻ നിങ്ങൾ സാവധാനം ഓതണമെന്ന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ പറയുമ്പോൾ, വിശ്വാസികളെ, ഇന്നും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ വകയിൽ പണ്ഡിതന്മാരെ കാഫിറാക്കുന്ന സമസ്തക്കാരെന്ന് പറയുന്ന സംഘടന നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എന്ന് പറയുന്ന സമസ്തയിലെ വലിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം നമ്മുടെ ഈ ഷെൽഫിലുണ്ട്. അദ്ദേഹത്തിന്റെ 5 വാള്യമുള്ള ഖുർആൻ പരിഭാഷ നമ്മുടെ ഈ മസ്ജിദിലുണ്ട്. ആ ഖുർആനിനെ പരിഭാഷപ്പെടുത്തിയത് കാരണം KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ കാഫിറും മുർത്തദ്ദുമാക്കിയ ഒരു സംഘം ഇന്നും സമസ്ത എന്നറിയപ്പെടുകയാണ്. ഖുർആനിനെ ഉൾക്കൊള്ളാത്തവരാണവർ, ഖുർആനിന്റെ താല്പര്യങ്ങളെ വിലമതിക്കാത്തവരാണവർ, ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ കൂടി, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഖുർആനെ കുറിച്ച്? സൂറത്തുൻ നിസായിലെ 82-ാമത്തെ ആയത്തിൽ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല,
നിങ്ങളുടെ ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ, വലിയ താളിട്ടിരിക്കുകയാണോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് ചോദിക്കുകയാണ്, മനുഷ്യരെ, ഖുർആനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണോ? അഫലം യദ്ദബ്ബറുൽ ഖൗൽ. എന്തോടോ നീ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 68-ാമത്തെ ആയത്തിൽ കൂടി ഖുർആനിന്റെ വാക്യങ്ങളെ എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? എത്ര എളുപ്പത്തിലാണ് അല്ലാഹു ഖുർആനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം അല്ലാഹ് ആവർത്തിച്ച് ചോദിക്കുകയാണ്. സൂറത്തുൽ ഖമർ 54-ാം അധ്യായം 17, 22, 32, 40 ആവർത്തിച്ചുകൊണ്ട് അല്ലാഹ് ചോദിക്കുകയാണ്, മനുഷ്യരെ, വലഖദ് യസ്സർനൽ ഖുർആൻ, എത്ര എളുപ്പത്തിലാണ് നാം ഖുർആനെ ഇറക്കിയിരിക്കുന്നത്. ഫഹൽ മിൻ മുദ്ദക്കിർ. ആലോചിക്കുന്നവർ ആരുണ്ട്? ആലോചിക്കുന്നവർ ആരുണ്ട്? നാളെ പരലോകത്ത് കൈകൾ കടിച്ചുകൊണ്ട് വിലാപം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച്, ഒരാളെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 27 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? അത്തരം കൈകടിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം പെടാതിരിക്കുവാൻ. ആരാണ് കൈകടിക്കുന്നത്? വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി. പരലോകത്ത് കൈകൾ കടിക്കുന്ന നിസ്സഹായൻ ആരെന്നറിയുമോ? യഖൂലു യാ ലൈതനി ഇത്തഖദത മഅർ റസൂലി സബീലാ. എൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ വിലപിക്കുമെന്നാണ്. ഖുർആൻ വന്നു, സുന്നത്ത് വന്നു, തൗഹീദ് ഉൾക്കൊണ്ടവർ, മുവഹ്ഹിദീങ്ങൾ, അവരെ കൂടെ ഞാനൊന്ന് കൂട്ടുചേർന്നിരുന്നുവെങ്കിൽ, അവരെ കൂടെ ഞാനൊന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ആ ഒരു രംഗം. യാ വൈലതാ, എന്റെ കഷ്ടമേ, നഷ്ടമേ, ലൈതനീ ലം അത്തഖദ് ഫുലാനൻ ഖലീല. ഇന്ന കൂട്ടുകാരെ ഞാൻ ചങ്കുകളാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വിശ്വാസികളെ, വിദ്യാർത്ഥികളെ, കുട്ടികളെ, ഉൾക്കൊള്ളണം ഈ ആയത്ത്. നമ്മുടെ ചങ്കുകൾ ആരാണെന്ന് നാം തിരിച്ചറിയണം. ഖുർആനിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കുന്നവരാണോ എങ്കിൽ ആ ചങ്കുകളെ നമുക്ക് വേണ്ട സഹോദരങ്ങളെ. കൃത്യ നമസ്കാരത്തിന് വേണ്ടി വിലങ്ങുതടിയാകുന്ന ഖുർആനാണോ, അനുയായികളാണോ അത്തരം കൂട്ടുകാർ നമുക്ക് വേണ്ട സഹോദരങ്ങളെ. കാരണം നാളെ പരലോകത്ത് കൈകൾ കടിച്ചുകൊണ്ട് റബ്ബിനോട് വിലാപം പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. ഈ ചങ്കിനെ ഞാൻ ആയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റബ്ബിനോട് പറയുകയാണ്. ലഖദ് അളല്ലനീ അനി ദിക്രി ബഅദ ഇദ് ജാഅനീ. ഖുർആൻ എനിക്ക് വന്നെത്തി, അതിനുശേഷവും എന്നെ വഴിതെറ്റിച്ച് കളഞ്ഞ കൂട്ടുകാരനാണവൻ. നാളെ പരലോകത്ത് വിലപിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനും സുന്നത്തും എൻ്റെ കൈകളിൽ വന്നു. ഖുർആൻ ക്ലാസുകൾ കേട്ടു, പ്രഭാഷണങ്ങൾ കേട്ടു, തൗഹീദ് ഉൾക്കൊണ്ടു, സുന്നത്ത് അംഗീകരിച്ചു. എന്നാലും എൻ്റെ കൂട്ടുകാരൻ എന്നെ പറ്റിച്ചു കളഞ്ഞു എന്ന് പരലോകത്ത് വിലപിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാർ ആരാണെന്ന് നാം ചിന്തിക്കണം സഹോദരങ്ങളെ. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ കണ്ണിലെ കരളായ, നമ്മുടെ ഏറ്റവും വലിയ സ്നേഹനിധിയായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ ഫുർഖാൻ 30-ാമത്തെ ആയത്ത് ഒന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹിനോട് പരാതി പറയണമെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? മാധവനെയും ജോസഫിനെയും കുറിച്ചല്ല സഹോദരങ്ങളെ, മുഹമ്മദിനെയും അഹമ്മദിനെയും കുറിച്ചാണ്. സൈനബയെയും റംലയെയും കുറിച്ച്, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് റബ്ബിൻ്റെ അടുക്കൽ പരാതി പറയും. അള്ളാഹു അത്തരം ഹതഭാഗ്യരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക. വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, എൻ്റെ ഖൗം, എൻ്റെ സമുദായം ഈ ഖുർആനെ അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണ്. എന്നെ ഈ ഖുർആൻ മാർഗദർശനമായി ഞാൻ പഠിപ്പിച്ചുവെങ്കിലും ഈ പരിശുദ്ധ ഖുർആനെ അവർ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞിരുന്നു, അവർ പരിഗണിച്ചില്ല റബ്ബേ.
അവർ ഖുർആനെ മാതൃകയാക്കിയില്ല, ഖുർആനെ വെളിച്ചമായി ഉൾക്കൊണ്ടില്ല, ഖുർആനെ ജീവവായുവിനെ പോലെ കണ്ടില്ല. അവർക്ക് മാലകളും കാലകളും കീലകളുമാണ് അവർ അവലംബമായി സ്വീകരിച്ചത് എന്ന് നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി പറയുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം പെടരുത് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചില ആൾക്കാരുണ്ടായിരുന്നു, ഖുർആൻ കേട്ടാൽ അതിന്റെ മാസ്മരികയിൽ അനുയായികളായി മാറുന്ന ആ ഭയം കണ്ടുകൊണ്ട് അബീജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ പറഞ്ഞിരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അള്ളാഹു എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. സൂറത്തുൽ ഫുസ്സിലത്തിലെ 21-ാമത്തെ ആയത്താണ്. നിങ്ങൾ ഈ ഖുർആൻ കേൾക്കാൻ പോകരുത്, അഥവാ കേട്ടാലോ കൂകി വിളിക്കുക, അവിടെ ബഹളമുണ്ടാക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായി പറയുമ്പോൾ ഇന്നും മുസ്ലിം നാമധാരികളായിട്ടുള്ള എത്രയോ ആൾക്കാർ നമുക്ക് സുപരിചിതമാണ്. ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ തടസ്സം നിൽക്കുന്ന ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോകരുത്, വഴിപിടച്ചു പോകും, അതിൻ്റെ ആയത്തുകൾ ആഴത്തിൽ പഠിച്ചാൽ അതിൽ നിങ്ങൾ വീഴ്ന്നു പോകും, നിങ്ങൾ വഴിപിടച്ചവരായി പോകും എന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനായിട്ട് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പുരോഹിതന്മാരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാമുള്ള ആയത്താണ്, അവരുടെ മാതൃക അബീജഹലാണ്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ഖുർആൻ കേൾക്കരുത്, കൂകി വിളിക്കണം. എത്രയോ പ്രഭാഷണങ്ങൾക്ക് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ സ്റ്റേജുകൾ, എത്രയോ പേജുകൾ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ സമൂഹത്തെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മുന്നിൽ നമുക്ക് 15 വർഷം മുമ്പ് അനുഭവമുള്ളതാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഖുർആനിൻ്റെ വചനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനെ ബഹളം വെച്ചുകൊണ്ട്, അവിടം തർക്കിച്ചുകൊണ്ട്, അവിടെ മലീമസമാക്കി അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അബീജഹൽമാർ ഇന്നും ലോകത്തിന്റെ, രാജ്യത്തിന്റെ, നാടിന്റെ പല ഭാഗത്തും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളെ, നാം ഖുർആന്റെ അഹ്ലുകാരാകണം സഹോദരങ്ങളെ. ഖുർആൻ തണലായി നിൽക്കണം. നാളെ പരലോകത്ത് ആ ഖുർആൻ റബ്ബിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് നിൽക്കണം. ആർക്കാ ശഫാഅത്ത് നിൽക്കുക? ഖുർആൻ പഠന മനനം നടത്തിയവർക്ക് വേണ്ടി, ഖുർആൻ ജീവവായുവിനായി സ്വീകരിച്ചവർക്ക് വേണ്ടി, ഖുർആൻ അവരുടെ ജീവിത പദ്ധതിയായി ഉൾക്കൊണ്ടവർക്ക് വേണ്ടി പരലോകത്ത് ഖുർആൻ ശഫാഅത്ത് നിൽക്കും. അത്തരം ശഫാഅത്ത് നിൽക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.